ഹലോ ഗൈസ്, ഇന്നത്തെ പോലെ ഇന്നും കറക്റ്റ് 8:30 ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പീഡിൽ നടക്കുന്നത്. വേഗം പോയി പഞ്ച് ചെയ്യണം. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്. രാവിലെ തന്നെ വെയിറ്റിംഗ് മെഷീൻ അങ്ങ് കേടായിട്ടുണ്ട്. പിന്നെ പഴയ ഏതോ വെയിറ്റിംഗ് മെഷീൻ എടുത്ത് അതിന് ബാറ്ററി ഇട്ടിട്ട് നന്നാക്കി എടുക്കുകയാണ് ഇവിടെ. ശരിയാവുന്ന ഒരു ഉറപ്പില്ലാണ്ട് ബാറ്ററി ഇട്ടതാണെന്ന് സംഭവം നന്നായിട്ടുണ്ട്. പിന്നെ ഒരു 10 ആയപ്പോഴാ എന്നത്തെ പോലെ ഞാൻ ചായ കുടിക്കാൻ കയറി. ഇന്ന് ദോശയും കറിയും ചായയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ചുട്ടതല്ലാത്തോണ്ട് ദോശക്ക് നല്ല ഷേപ്പ് ഉണ്ട്. ആ കാണുന്ന പള്ളിന്റെ സൈഡിലായിട്ട് ഒരു മൈതാനി ഉണ്ട്. എന്തിനാന്നറിയില്ല, ചായ കുടിക്കാൻ നേരത്തെ ഞാൻ അങ്ങോട്ട് നോക്കിയിരുന്നു പോകും. ഇന്നലെ ഇതേപോലെ ഇരുന്ന് ഫോണിൽ കളിച്ചപ്പോഴാണ് മുതലാളി ഈ ഫോട്ടോ ഗ്രൂപ്പിൽ എടുത്ത് ഇട്ടത്. പറഞ്ഞാൽ കേൾക്കുന്ന മക്കളായതുകൊണ്ട് ഞങ്ങൾ മുതലാളി അറിയാൻ എന്നും ഫോൺ എടുക്കും. കുഞ്ഞന്റെ ഇച്ചിരി കുറച്ച് എടുത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞന്റെ കയ്യിൽ കണ്ട ആ വള്ളിയില്ലേ, ഇതാ ഈ വള്ളി, ആ വള്ളി കുഞ്ഞന്റെ അടുത്ത് വാങ്ങിട്ട് ഇവളങ്ങ് പോക്കലിട്ട്. പിന്നെ കുഞ്ഞൻ ഒരേ കരച്ചിൽ. പിന്നെ കുഞ്ഞൻ അങ്ങ് സങ്കടാവൂലേ. ഇപ്പൊ സമയം അങ്ങനെ ഉച്ചയായിട്ടുണ്ട്. എന്റെ ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി വേഗം ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്ത് പോകും. അങ്ങനെ നീണ്ട 1 മണിക്കൂറത്തെ ഒരുക്കത്തിന് ശേഷം എന്റെ ഒരുക്കം കഴിഞ്ഞു. എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. വേഗം ഇറങ്ങിട്ട് വേഗം പോകും, കാരണം മുതലാളിയുടെ വെയിറ്റിംഗ് ആണ്. ഞാനിന്ന് പോകുന്ന വേറെ എവിടെയല്ല, മുതലാളിന്റെ വേറെ ക്ലിനിക്കിൽ പണിയെടുക്കാൻ വേണ്ടി പോവാണ്. അവിടുന്ന് ഏകദേശം കുറച്ച് വരാനേ ഉണ്ടായുള്ളൂ ഇങ്ങോട്ട്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരണത്. അന്നിരുന്ന പാടിന് ഞാൻ വൈറ്റ് കോട്ട് എടുത്തിട്ട്, കാരണം പേഷ്യന്റ് കാണുമ്പോൾ ഞാൻ സിസ്റ്ററാന്ന് ഓർക്ക് മനസ്സിലാവണ്ടേ. ഞാൻ ആ ഇരുത്തൊന്നും ഇരുന്നതേ ഉള്ളൂ. എന്നെ കൂട്ടിക്കൊണ്ടുവന്നതാ ആ പോകുന്ന ചെക്കൻ വന്നു. ഞാനിപ്പോ പോണത് ആ കുട്ടിന്റെ ഉപ്പാപ്പക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടിട്ടാണ്. ക്ലിനിക്കിന്ന് കാക്ക പറഞ്ഞത് തൊട്ട് ബേക്കിലുള്ള പൊരയാണെന്നാണ്. കുഞ്ഞിനെ പേടിച്ചിട്ടാണോ എന്നറിയില്ല, ഞാൻ വരുന്നതിന് എത്രയോ മുന്നാണോ നടക്കണത്. ഞാൻ ആ കുഞ്ഞിന്റെ പയ്യാൽ ഇപ്പത്തൊന്ന് വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പൊരേന്റെ ഇടയിൽ കൂടിയും പോകുമ്പോ ഞാൻ വിചാരിക്കും ഇതാണ് പോരാന്ന്. പക്ഷെ അതൊന്നും അല്ലായിരുന്നു ഗൈസ്. പോരാ, കുറച്ചങ്ങോട്ട് പോവാനുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ പൊരയാണ് ആ കുഞ്ഞിന്റെ പൊര. ആ പൊരയിലേക്ക് ഒന്ന് കാല് വെച്ചപ്പോ തന്നെ എനിക്ക് തിരിച്ച് ക്ലിനിക്കിലേക്ക് പോകേണ്ടി വന്നു. കാരണം ആ ഉപ്പാന്റെ കയ്യിൽ ഇഞ്ചക്ഷൻ കൊടുക്കാൻ ക്യാനിലും ഒന്നും ഇല്ലായിരുന്നു. എന്നോടാണ് ക്ലിനിക്കിൽ ഒന്നും പറഞ്ഞതുമില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് എടുക്കുകയും ചെയ്തില്ല. അങ്ങനെ ഞാൻ പോയി അത്രയും ദൂരം ഞാൻ തിരിച്ചു നടന്നു. പിന്നെ ക്ലിനിക്കിലെത്തി എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ തിരിച്ചതാ അങ്ങോട്ടേക്ക് തന്നെ പോവാണ്. അങ്ങോട്ട് നടന്നു പോകുമ്പോ ഈ കാണുന്ന പൂച്ച നോക്കണ പോലെ ഓരോ പൊരയത്തെ ആൾക്കാർ തന്നെ നോക്കണത്. അങ്ങനെ ഞാൻ ഇഞ്ചക്ഷനും കൊടുത്ത് തിരിച്ച് ക്ലിനിക്കിലെത്തി. ഇതാണ് ഇവിടുത്തെ ഒബ്സർവേഷൻ. കാണാനൊരു ലുക്കൊക്കെ ഉണ്ട്. നമുക്കിനി ഇവിടെ ഇരുന്ന് കുറച്ച് ഡിപ്രഷൻ അടിക്കാം. ഞാൻ എന്റെ ഈ ഡിപ്രഷൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ നാജിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നീ ഇല്ലാണ്ട് എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഞാനാണ് ഇപ്പൊ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഡ്യൂട്ടി എടുക്കുന്നത്. ട്യൂഷൻ ആണ് നമ്മൾ എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു കണക്കിന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ എന്റെ ഏതൊരു സിറ്റുവേഷനിൽ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, നീ മാത്രമായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ചെക്കനെ ഇറങ്ങി വന്നിട്ട് ഒരു സംഭവം കാണിക്കും. ഇതാ നോക്കി ഈ സാധനം, ഇതെന്താ സംഭവം? ഇതൊക്കെ എനിക്കൊരു ചായ ഒരു പാൽക്കേക്കും കൊണ്ടു തന്നു. പെട്ടെന്ന് എവിടുന്നാന്നറിയില്ല ഒരു തിരക്കങ്ങ് വന്ന്. തിരക്കൊന്ന് ഒതുങ്ങിയതിന് ശേഷം ഒരു ടേബിളിന്റെ കോലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ വന്നതിന് ശേഷം നല്ല അടിപൊളി സീന് മഴ ഞാൻ കണ്ടു. എനിക്ക് അങ്ങനെ ഈ ക്ലിനിക്കിൽ പോകാനുള്ള നേരമായി. ഞാൻ കോട്ട് മടക്കി വേഗിലങ്ങ് വെച്ച് എന്റെ കയ്യിലുള്ള ഈ മെഡിസിൻ കവറിന്റെ ഉള്ളിൽ എന്റെ ഇന്നത്തെ സാലറി ആണുള്ളത്. കുറച്ചേരത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് ഓട്ടോറിക്ഷ എത്തി. അപ്പൊ ശരി ഗൈസ്, ഞാൻ തിരിച്ച് വേഗം എന്റെ ക്ലിനിക്കിലേക്ക് പോട്ടെ. വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.